വർക്കല ചെറുനിയൂരിൽ വയോധികയുടെ വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്ന കേസിൽ വീട്ടുജോലിക്കാരിയും മകനും അറസ്റ്റിലായി. കൊല്ലം ഓയൂർ കൊക്കോട് റിയാസ് മൻസിലിൽ നുഫൈസ ബീവി, മകൻ അൻവർ എന്നിവരാണ് പിടിയിലായത്. ചെറുനിയൂർ കാറാത്തല ഗ്രീൻലാൻഡ് ഹൗസിൽ സുബൈദ ബീവിയുടെ വീട്ടിൽ ഏപ്രിൽ 24 രാത്രിയിലായിരുന്നു മോഷണം നടന്നത്. 11.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 56,000 രൂപയുമാണ് ഇരുവരും ചേർന്ന് കവർന്നത്. ശാരീരിക അവശതകളുള്ള സുബൈദ ബീവി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കഴിഞ്ഞ 3 വർഷമായി നുഫൈസ ബീവി സഹായിയായി ജോലി ചെയ്തു വരികയായിരുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നുഫൈസയാണ് കവർച്ച ആസൂത്രണം ചെയ്തത്. രാത്രി സുബൈദ ബീവി ഉറങ്ങിയതോടെ വീടിന്റെ വാതിലുകൾ നുഫൈസ തുറന്നിട്ടു. ഇതുവഴി അൻവർ വീട്ടിനുള്ളിൽ കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും ഹാൻഡ് ബാഗിലുള്ള 56,000 രൂപയും മോഷ്ടിക്കുകയായിരുന്നു. കവർച്ച നടന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ വീടിന്റെ മുൻഭാഗത്തെ വാതിലിന് കേടുപാടുകൾ വരുത്തുകയും മോഷണം നടത്തിയ മുറിയിലെ AC-യുടെ യൂണിറ്റ് ഇളക്കി മാറ്റുകയും ചെയ്തു. ശേഷം പിന്നിലെ ജനാലയുടെ ചെറിയൊരു ഭാഗം ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അറുത്തുമാറ്റി. മോഷ്ടിച്ച സ്വർണം വീടിനു സമീപത്തെ കിണറ്റിനരികിൽ കുഴിച്ചിട്ട ശേഷം പണവുമായി അൻവർ ചെന്നൈയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ വീട്ടിൽ മോഷണം നടന്നതായും സ്വർണവും പണവും നഷ്ടപ്പെട്ടതായും മനസ്സിലാക്കിയ സുബൈദ ബീവി ബന്ധുക്കളെ വിവരമറിയിച്ചു. തുടർന്ന് വർക്കല പോലീസിൽ പരാതി നൽകി. നുഫൈസയുടെ മൊഴികളിൽ വൈരുദ്ധ്യം തോന്നിയതോടെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ഇതോടെയാണ് താനും മകനും ചേർന്നാണ് കവർച്ച നടത്തിയതെന്ന് ഇവർ പോലീസിനോട് സമ്മതിച്ചത്. കുഴിച്ചിട്ട സ്വർണവും പോലീസിന് എടുത്തു നൽകി. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ അൻവർ ചെന്നൈയിലാണെന്ന് മനസ്സിലാക്കി. മാതാവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് അൻവർ തിരികെ തീവണ്ടിയിൽ വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് പിടികൂടുകയായിരുന്നു. മോഷ്ടിച്ചതിൽ നിന്നും 36,000 രൂപ ഇയാളിൽ നിന്നും പോലീസ് കണ്ടെത്തി. ചെന്നൈയിലെ ഒരു കടയിൽ ജോലി ചെയ്തു വന്ന അൻവർ മോഷണം നടത്താനായാണ് വർക്കലയിലെത്തിയത്. ബന്ധുക്കൾ സമീപത്തുണ്ടെങ്കിലും സുബൈദ ബീവിയുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് നുഫൈസയാണ്. മോഷണം നടത്തിയാൽ ആരും സംശയിക്കില്ലെന്ന വിശ്വാസവും ഇവർക്കുണ്ടായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഭരത് ഭൂഷൺ, വർക്കല.